കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. നമ്മുടെ രാഷ്ട്ര സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ദേശീയ പതാകയുടെ മുൻപിൽ അഭിമാനത്തോടുകൂടി നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക മാത്രമല്ല, ഈ കാലയളവിൽ നമ്മുടെ രാജ്യം നേടിയ ആർജിത നേട്ടങ്ങളെ അഭിമാനത്തോടുകൂടി ഓർമ്മിക്കുകയും ചെയ്യുന്ന ഒരു മുഹൂർത്തമാണ്. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, നമ്മുടെ രാജ്യം എവിടെയാണ് നിൽക്കുന്നത് എന്ന അഭിമാനബോധം ഓരോ ഭാരതീയനും ഉണ്ടാകുന്ന ഒരു നിമിഷം കൂടിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ അത് നേടിയെടുക്കാൻ നടത്തിയ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം നേടിയത്, നമ്മൾ എവിടെ നിന്നാണ് പോരാട്ടങ്ങൾ ആരംഭിച്ചത്, എവിടേക്കാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശങ്ങളെ നമ്മൾ ഇനി കൊണ്ടുപോകേണ്ടത് എന്ന ചിന്തകളെല്ലാം പങ്കുവയ്ക്കുന്ന നിമിഷം കൂടിയാണ്. ലോകത്തിന് അതുവരെ പരിചിതമല്ലാതിരുന്ന അഹിംസ എന്ന സമരായുധം ഉപയോഗിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും മൗലാന അബുൽ കലാം ആസാദും സരോജിനി നായിഡുവുമെല്ലാം അവർ മാത്രമല്ല, ജ്ഞാതരും അജ്ഞാതരുമായ എത്രയേറെ ലക്ഷക്കണക്കാകുന്ന ധീരദേശാഭിമാനികൾ ജീവനും ജീവിതവും സമർപ്പിച്ച് നമുക്ക് സമ്മാനിച്ചതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച ഭാരതത്തിൽ അവസര സമത്വത്തിനു വേണ്ടി, തുല്യനീതിക്ക് വേണ്ടി മഹത്തായ ഒരു ഭരണഘടന മഹാനായ ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു. ആ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞയെടുക്കേണ്ട സമയമാണ്. ആ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ട കടമയും കർത്തവ്യത്തെയും ഓർക്കുന്ന നിമിഷമാണിത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്ന അവകാശങ്ങളോടൊപ്പം തന്നെ രാജ്യത്തിന് വേണ്ടി നമ്മൾ നിറവേറ്റേണ്ടുന്ന കടമകളുണ്ട്. ആ കടമകളെയും ഓർക്കേണ്ട, അനുസ്മരിക്കേണ്ട ദിവസമാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് പത്തനംതിട്ട ജില്ലയും നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ജില്ലയാണ്. അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കാൻ കഴിയും. മഹാത്മജി തന്നെ പത്തനംതിട്ട ജില്ലയിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രോജ്വലമായ സമയത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇലന്തൂരിൽ മഹാത്മാഗാന്ധി സന്ദർശിച്ചതിൻ്റെ ഓർമ്മകൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ആ ഓർമ്മകളെല്ലാം അയവിറക്കുന്ന ഒരു നിമിഷമാണിത്. തീർച്ചയായും പുതിയ കാലത്ത് പുതിയ വെല്ലുവിളികളാണ്. എന്തെല്ലാം നമുക്ക് അവകാശത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ശുദ്ധജലം ലഭിക്കാനുള്ള ഇടങ്ങൾ എല്ലായിടത്തേക്കും എത്തിക്കണം. നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ പൂർണ്ണമായി ലഭിക്കാനുള്ള പോരാട്ടങ്ങൾ നമ്മൾ നടത്തണം. തുല്യനീതി എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പുവരുത്തണം. അതിനെല്ലാമുള്ള പോരാട്ടങ്ങൾ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ ശ്രീ അബിൻ വർക്കി MLA, ശ്രീ ശാന്തകുമാർ MLA, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, നഗരസഭയുടെ ചെയർപേഴ്സൺ, പഞ്ചായത്തിന്റെ പ്രതിനിധികൾ, മറ്റ് മാധ്യമ സ്നേഹിതർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. പ്രളയകാലത്തൊക്കെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ, ജനപ്രതിനിധികൾ, ജനങ്ങൾ എല്ലാം നൽകിയ വലിയ പിന്തുണയെ, സേവനത്തെ ഈ അവസരത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അനുസ്മരിക്കുക ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഭഗത് സിംഗിനെ പോലെ, സുഭാഷ് ചന്ദ്രബോസിനെ പോലെ, ചന്ദ്രശേഖർ ആസാദിനെ പോലെ
നിരവധിയായ ദേശാഭിമാനികളുടെ രക്തസാക്ഷിത്വത്തെ കൂടി ഓർത്തുകൊണ്ട് അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.